ഇതെങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എങ്ങനെ എത്തിയത്? എനിക്ക് ആക്ച്വലി ഞാനും കാസർഗോഡുകാരിയാണ്. സോ നമ്മുടെ ടീമിൽ അറിയാലോ എല്ലാവർക്കും, ലൈക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ കാസർഗോഡ് എന്നുള്ളതാണ്. സോ ഞങ്ങൾ റിലേഷൻ വഴിയായിട്ടാണ് വന്നത്. എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞ ആള് തൊട്ട് അങ്ങനെ വന്നത്. ഓക്കെ, എന്നിട്ട് എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്തത് ഈ സിനിമ? സോ എനിക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണെന്നുള്ള പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അവരെനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. വായിച്ചപ്പോൾ പുതിയ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ പറഞ്ഞു. എന്ത് ജോണറായി സിനിമ? ഇതൊരു സയന്റിഫിക് എന്ന് പറയാം. ആക്ച്വലി ദിസ് ഇസ് സംതിങ് ന്യൂ. എന്തായാലും ഞാൻ തന്നെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കഥ. അതുകൊണ്ട് ഷോക്കിംഗ് ആയിരിക്കും. എനിക്കിത് പഠിക്കുമ്പോൾ മനസ്സിലാവില്ലോ എന്തോ എന്നുള്ള പോലെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഇതൊക്കെ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് മൂവി. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് വിജയകരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യം കൊണ്ട് വന്നത് തന്നെയാണോ ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ താല്പര്യം കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ താല്പര്യം കൊണ്ട് തന്നെ വരുന്നത്. പിടിച്ചുകൂടി വിടൂല. ഇല്ല, ആക്ച്വലി എനിക്ക് പോകുമ്പോ ഉണ്ടായിരുന്നു താല്പര്യം, പോയതിന്റെ ശേഷം ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എന്താ പറയാ കുറച്ച് വീക്കായിരുന്നു ഉള്ളില്. ഐ വാസ് വെരി വീക്ക്. മലയാള സിനിമയിലേക്ക് എത്തിയത് ലേറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി റൈറ്റ് ടൈം ആണെന്നാണ് എൻ്റെ ഒരു ഫീൽ. ലൈക്ക് ഇപ്പോ മലയാള സിനിമ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുന്നത് ഐ തിങ്ക് ഐ എം ഗ്രേറ്റ്ഫുൾ. കറക്റ്റ് ടൈമിനാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. ഫേവറേറ്റ് ആക്ടർ ആരാ മലയാളത്തില്? അവരുടെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ ഇതൊക്കെ ഒരു ചോദ്യമാണ് ചേട്ടാ. എന്തേത് വേറെ ഏതൊക്കെ ആർട്ടിസ്റ്റിന്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിക്കാനാണ് താല്പര്യം? എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹം. എനിക്ക് എല്ലാവരും ഇഷ്ടം. മലയാളം ബിഗ് ബോസിൽ 6 സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ റെഗുലർ ഫോളോപ്പറോ അതിലുള്ള ആൾക്കാരുടെ പേര് പോലും എനിക്ക് വലിയതായിട്ട് അറിയില്ല. ബട്ട് ലാസ്റ്റ് സീസണിൽ ശ്രീതു അർജുൻ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ശ്രീതു ഞാൻ ഒരുമിച്ച് അറിയാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് തമിഴില്. സോ അതുകൊണ്ട് ശ്രീതു അർജുൻ അവരറിയാം. അവരുടെ കൂടെ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു സോങ് ചെയ്തിട്ടുണ്ട്. അത് കമ്മിങ് സൂൺ, നെക്സ്റ്റ് മന്ത് വരും. അവരുടെ ഫേവറേറ്റ് മൂവി ഏതാ? ഫാഫയുടെ മൂവി ഫേവറേറ്റ് എന്ന് പറയാം. ആക്ച്വലി എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സിനിമ അല്ല, എനിക്ക് ആ ഒരു പെർഫോമൻസ് എന്ന് പറയില്ലേ, പെർഫോമൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. സോ ഫാഫ എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടറിലും എല്ലാ ഇതിലും ചെയ്തതിൽ എല്ലാം ബെസ്റ്റ് ആണ്. സോ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഐ ലൈക്ക് ഹിസ് പെർഫോമൻസ്. എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് മീറ്റ് ചെയ്താൽ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? ഹായ് ഇത് പറയൂ. ഐഡിയ കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ദാറ്റ് മച്ച് എക്സൈറ്റഡ് ആയ. എന്തായാലും ഈ വീഡിയോ പുള്ളിക്കാരൻ കാണും. അതെ, തീർച്ചയായിട്ടും കാണും. ഇങ്ങനെ നസ്രിയെ കുറിച്ച് എന്താ അഭിപ്രായം? ക്യൂട്ടല്ലേ? ഞാനും ഒരു ചെറിയ ക്യൂട്ടൊക്കെ അങ്ങനെയൊക്കെ ആവണമെന്നൊക്കെ കരുതിയിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് അത്രയും വരില്ല. ഞാൻ കണ്ടപ്പോ ആദ്യം വിചാരിച്ചു ബോളിവുഡ് സെലിബ്രിറ്റി ഇതിന് ഞാനിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യും ദൈവമേ? മനസ്സിലായത് ആഗ്രഹിച്ചു പറഞ്ഞു ബോളിവുഡ് അല്ലാതെ മലയാളി കുട്ടിയാണ്. വേറെ എന്തൊക്കെ ആഗ്രഹങ്ങൾ, ഫ്യൂച്ചർ പരിപാടികളൊക്കെ? ട്രാവൽ ചെയ്യണം. എനിക്ക് സിനിമ വിട്ടാൽ എനിക്ക് ട്രാവലിംഗ് ആണ് ഇഷ്ടം. ഒരുപാട് എന്താ കറങ്ങണം, അതാണ് ആഗ്രഹം. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? എന്തൊക്കെയാ പഠിച്ചത്? അയ്യോ, എഡ്യൂക്കേഷൻ ലെവലൊന്നും ചോദിക്കരുത് ചേട്ടാ പ്ലീസ്. എന്നാലും പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ലൈക്ക് ഞാൻ പഠിച്ചതൊക്കെ കാസർഗോഡാണ്. ഇത് ബികോം ചെയ്തത് മാംഗ്ലൂരിൽ. പിന്നെ ചെന്നൈയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി മീഡിയയിൽ പോയി ചേർന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ലൈക്ക് എന്താ പറയാ, ഞാൻ വരുന്ന ടൈം കറക്റ്റ് ആണോ അല്ല അതൊന്നും എനിക്കറിയില്ല. ബട്ട് നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഐ വിൽ ബി വെരി 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 ഹാപ്പി ടു ബി ഹിയർ. ലൈക്ക് ഒരു മല്ലു കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ, നമ്മുടെ നാട്ടുകാരുടെ ഒരു നല്ല ഒരു അഭിപ്രായം വരാന്നുള്ളത് ഇറ്റ്സ് മീൻസ് എ ലോട്ട് ഫോർ മീ. സോ സപ്പോർട്ട് പണ്ടുങ്ങ, ഐ മീൻ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ ഓൾ ദ ലവ്. മലയാളം ബിഗ് ബോസിൽ ഉണ്ടാവും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സിനിമയെ എത്രത്തോളം പ്രണയിക്കാൻ എന്താണ് താല്പര്യം? അല്ല, സിനിമയെ എത്രത്തോളം സ്നേഹിക്കാൻ എന്താണ്? സിനിമ അതെ കാരണം എന്താ? ഞാൻ സിനിമയിൽ വന്നത് പ്ലാൻഡ് ആയിട്ടല്ല. ഒരു ആക്സിഡൻ്റലി ആർട്ടിസ്റ്റായ ഒരാളാണ് ഞാൻ. ഒരു വിത്തൗട്ട് നോളജ്, സീറോ നോളജിലാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. ബട്ട് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ മീഡിയ കൊടുത്ത ലൈഫ് എന്നുള്ളത് ദ ബെസ്റ്റ് ലൈഫ്. ഞാൻ ഇനി എന്ത് തലകുത്തി പഠിച്ചു തന്നാലും എനിക്ക് ഇപ്പോൾ അൽഹംദുലില്ലാ ഉള്ള ഒരു ലൈഫ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ എൻ്റെ ലൈഫിന് ബെറ്ററാക്കിയ ഒരു വിഷയം എന്നുള്ളപ്പോൾ തന്നെ ഇറ്റ്സ് ഓൾ
മീഡിയ. എനിവേ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഡിറ്റ് ചെയ്യൂ പ്ലീസ്. അയ്യോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് അറിയില്ല. ഓക്കെ ചേഞ്ച് ചെയ്യണോ? ആ ഓക്കെ. അയ്യോ പോസുകൾ വാരി വിതറുക. വാരി വിതറുക. ആ ഓക്കെ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാതാ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ഏതെങ്കിലൊക്കെ നോക്കിക്കണ്ട് ചെയ്യേണ്ട ചേട്ടാ. മിന്നലേ ചേരും അല്ലേ? എനിക്ക് വയ്യ. ഞാൻ എന്താണ് ആവലൊക്കെ കാത്തിരിക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ കാണാൻ. ഓക്കെ ടാഗ് ചെയ്തിടണേ. ഓക്കെ ഈ സന്തോഷം എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. മലയാളത്തിലെ ഏതെങ്കിലും എന്റർടൈൻമെന്റ് കാറ്റഗറിയിലുള്ള വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യോ? കാണാറൊന്നുമില്ല, വീഡിയോസ് നോക്കി. ഐ മീൻ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ആ ഒരു അറിവുള്ളൂ എന്നല്ലാണ്ട് ലൈക്ക് ഷോ ഫോളോ അപ്പ് എന്നുള്ളതില്ല. പുള്ളി ഉദ്ദേശിച്ച നീലക്കുയിൽ കാണാറുണ്ടോ എന്നാണ്. നീലക്കുയിൽ എന്ന ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം. ഓ അവരുടെ ചാനലാണോ? അതെ അതെ. നീലക്കുയില സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ബെൽ ബട്ടൺ അടിക്കൂ. അതൊന്നും അതില് വേണ്ട, അതിന്റെ ബെല്ല് വിട്ടേക്കൂ. അതുകൊണ്ട ആഹാ ഐഷ മാത്രം മതി, വലിയ പേരാ. ഓക്കെ ഗൈസ്, നിങ്ങൾക്കൊന്നും വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങൾ വിട്ടാലേ ഞാൻ പോയി കഴിക്കാൻ പറ്റുവേ.